ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക്. മക്കളെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പുതിയ ലെവൽ A+ ക്വസ്റ്റ്യനുമായിട്ടാണ്. അപ്പോൾ സെറ്റാക്കുക, കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. ഇനി ഇതുപോലെയുള്ള ചാപ്റ്റേഴ്സ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അതിലുള്ള വൺ ഷോട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമോണ്ട്രാ എടാ നോക്കുക, മെറ്റൽസ് എന്ന ചാപ്റ്ററിൽ നിന്നും അത്യാവശ്യം നല്ല സ്റ്റേറ്റ്മെൻറ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൽ വെച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അത്. സം സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു മെറ്റൽസ് ആർ ഗിവൺ ബിലോ. അതായത് ചില പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നിങ്ങളോട് എന്താണ്, അത് ശരിയാണോ തെറ്റാണോ എന്ന പ്രസ്താവനയാണ്. നോക്കി നോക്കാം മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കുക, രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നത് അല്ലേ. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മെറ്റൽസ് ആർ യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രിക് വയേഴ്സ്. അതായത് ലോഹങ്ങളെ, വൈദ്യുത കമ്പികൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ വിളിക്കുന്ന പേരാണ് ദിസ് പ്രോപ്പർട്ടീസ് നോൺ ആസ് മാലിബിലിറ്റി. അപ്പോൾ ഇലക്ട്രിക് വയറിന് നമ്മൾ ഈ ഒരു നിർമ്മിക്കുന്നതിനെ വിളിക്കുന്ന പേര് മാലിബിലിറ്റി എന്നാണ് പറഞ്ഞത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ മക്കളെ? ഇലക്ട്രിക് വയറായിട്ട് ഉപയോഗിക്കുന്നത് ഒരിക്കലും മാലിബിലിറ്റി അല്ല, അത് വൈദ്യുത ചാലകത അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്നാണ് അതിൻ്റെ ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ നെയിം അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇലക്ട്രിക് വയേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് മാലിബിലിറ്റി എന്നാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താടാ, തെറ്റാണ്. കാരണം ഇലക്ട്രിക് വയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് മാലിബിലിറ്റി അല്ല, അതെന്താടാ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, മെറ്റൽസ് ക്യാൻ ബി ഹാമേർഡ് ഇൻടു തിൻ ഷീറ്റ്സ്. അതായത് ലോഹങ്ങൾ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയും. ഈ സവിശേഷതകളെ മാലിബിലിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ലോഹങ്ങളെ നമുക്ക് അടിച്ചു പരത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ് വിളിക്കുക, മാലിബിലിറ്റി എന്നാണ് വിളിക്കുക. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, കറക്റ്റ് ആൻസറുമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് ഇതിൽ കറക്റ്റ് നോക്കുക അല്ലേ. ഇതിൽ തന്നത് എന്താണ് ഓപ്ഷൻസ്? സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ കറക്റ്റ് അല്ല. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്, തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് റോങ് അല്ല. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് റോങ്. യെസ്, കറക്റ്റ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്, തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ റോങ്, അതും തെറ്റാണ്. നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞതിൽ ഇതിൽ ആൻസർ എന്താണ്, സി ആണ്. അപ്പോൾ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അത് വൈദ്യുത ചാലകതയാണ്, അല്ലാതെ മാലിബിലിറ്റി അല്ല. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അടിച്ചു വരുത്തുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡക്റ്റിലിറ്റി വെച്ചിട്ട് ചോദിക്കാം. ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ ലോഹങ്ങളെ വലിച്ചു നീട്ടാനുള്ള കൈവിനെയാണ്. സെറ്റിലേടാ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ടൊന്ന് പോയി നോക്കാം മക്കളെ. നിങ്ങൾക്കിതൊരു 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. നോക്കടാ, കംപ്ലീറ്റ് ദ ടേബിൾ സൂറ്റബിളി. നിങ്ങളോട് ഈ തന്നത് എന്താടാ, കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. അതായത് അനുയോജ്യമായ വിധം പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞത്. ലോഹങ്ങൾ, ഉപയോഗം, സവിശേഷത, അതായത് മെറ്റൽ യൂസസ്, പ്രോപ്പർട്ടി. മക്കളെ, ഗോൾഡിൻ്റെ യൂസസ് എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചത്. ഗോൾഡിൻ്റെ ഫീച്ചർ എന്ന് പറയുമ്പോൾ മാലിബിലിറ്റി ആണ്. മക്കളെ, ഗോൾഡിനെ മാലിബിലിറ്റി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്തിനാണ് ഉപയോഗിക്കുക, ജ്വല്ലറി ആയിട്ടാണ് ഉപയോഗിക്കുക. എന്താ മക്കളെ, ജ്വല്ലറി എന്ന് പറയുമ്പോൾ ആഭരണമായിട്ട്. എന്തായിട്ടാടാ, ആഭരണം. അതിൻ്റെ ആൻസർ അതിൻ്റെ ഇടയിൽ നിങ്ങൾ മിന്നി മറിഞ്ഞിട്ടുണ്ടാവും, ബട്ട് അത് നോക്കാതെ നിങ്ങൾക്ക് കിട്ടുമോ നോക്കുക. അടുത്ത അലൂമിനിയം. അലൂമിനിയം പറയുമ്പോൾ റൂഫിംഗ് ഷീറ്റ്സുകളാണ്. അപ്പോൾ റൂഫിംഗ് ഷീറ്റുകൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഫീച്ചർ, ഈ റൂഫിംഗ് ഷീറ്റ് പറയുമ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, അത് ലോഹങ്ങൾ എന്ത് ചെയ്യാണ്, അടിച്ചു പരത്തുകയാണ്. മെറ്റൽസിനെ എന്ത് ചെയ്യാണ്, ഹാമേർഡ് ചെയ്യുകയാണ്. നിങ്ങൾ അടിച്ചു പരത്തുന്ന ലോഹങ്ങളെ എങ്ങനെ റൂഫിംഗ് ഷീറ്റുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരും എന്തെന്നടാ, മാലിബിലിറ്റി തന്നെയാണ്. അപ്പോൾ അടിച്ചു പരത്തുന്ന റൂഫിംഗ് ഷീറ്റ് ആയിട്ട് ഉപയോഗിക്കണം ആ ഫീച്ചറിനെ വിളിക്കുന്ന പേരെന്താടാ, മാലിബിലിറ്റി തന്നെയാണ്. മക്കളെ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് അയൺ. അയണിനെ ഫാമിംഗ് ടൂൾസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതായത് കൃഷി ആയുധങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അയണിനെ കൃഷി ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാൻ കാരണം? അയണിന് എന്തുള്ളത് കൊണ്ടാ, ഹാർഡ്നെസ് ഉള്ളത് കൊണ്ടാ. എന്താ മക്കളെ, ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്താ പറയുക, കാഠിന്യമുള്ളത് കൊണ്ടാണ്. മറക്കരുത് കേട്ടോ മക്കളെ. യെസ്. അടുത്തത് കോപ്പർ എന്ന് പറയുമ്പോൾ ഡാഷ് വൈദ്യുത ചാലകത എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കോപ്പറിന് ഡാഷ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവിടെ എന്തായിക്കാരം മക്കളെ, ഇലക്ട്രിക്കൽ കണ്ടക്ടർ. എന്തായിട്ട് ഉപയോഗിക്കുക, ഇലക്ട്രിക്കൽ കണ്ടക്ടർ. മലയാളത്തിൽ അതിനെ വിളിക്കുന്ന പേരാണ് വൈദ്യുത ചാലകത എന്ന് പറയും. മക്കളെ, ഇത് നേരെ മറിച്ച് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പകരം തെർമൽ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ, താപചാലകത എന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്, താപം കടത്തി വിടാനുള്ള കഴിവിനെ നമ്മൾ എന്താണ് വിളിക്കുക, താപചാലകത എന്നാണ് വിളിക്കുക. അഥവാ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ എന്താക്കുക, സെറ്റാക്കി കൊണ്ടുപോകുക. അപ്പോൾ ഇത് സെറ്റല്ലേടാ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, 4 മാർക്കാണ് കിട്ടാൻ പോവുക. നഷ്ടപ്പെട്ടു പോകരുത്. ക്ലിയർ അല്ലേടാ. അടുത്ത ക്വസ്റ്റ്യൻ
നോക്കുക, പിക്ക് ദ കറക്റ്റ് വൺസ് ഫ്രം ദോസ് ഗിവൺ ബിലോ. അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചത്. ഇതിൽ അയൺ ക്യാൻ ബി കട്ട് വിത്ത് നൈഫ്, അതായത് ഇരുമ്പിനെ കത്തി കൊണ്ട് മുറിക്കാൻ കഴിയും. അല്ല, കഴിയില്ല. കാരണം ഇരുമ്പെന്ന് പറഞ്ഞത് ഹാർഡ് മെറ്റലാണ്. അത് നമുക്ക് എന്തുകൊണ്ട് മുറിക്കാൻ കഴിയില്ലടാ? കത്തി കൊണ്ട് മുറിക്കാൻ കഴിയില്ല. അതെന്നെ മക്കൾ മറന്നു പോകരുത്. സോഡിയം ക്യാൻ ബി ഈസിലി കട്ട് വിത്ത് ബ്ലേഡ്. സോഡിയത്തെ എന്ത് ചെയ്യാം? ഈസിലി കട്ട് വിത്ത് ബ്ലേഡ്. അതായത് സോഡിയത്തെ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ കഴിയും. യെസ്, അത് കറക്റ്റാണ്. കാരണം സോഡിയത്തിനെ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ പറ്റും. കാരണം സോഡിയം എന്ന് പറഞ്ഞത് ഏത് മെറ്റലാടാ? സോഫ്റ്റ് മെറ്റലാണ്. നമുക്ക് കത്തി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മുറിക്കാൻ പറ്റും. ക്ലിയർ അല്ലേടാ? നെക്സ്റ്റ്, ലിത്യം ഈസ് എ സോഫ്റ്റ് മെറ്റൽ. യെസ്, അതും കറക്റ്റാണ്. ലിത്യം എന്ന് പറഞ്ഞത് ഒരു മൃദുലോഹമാണ്. അത് കറക്റ്റാണ്. അടുത്തത്, പൊട്ടാസ്യം ഈസ് എ ഹാർഡ് മെറ്റൽ. അല്ല, പൊട്ടാസ്യം എന്നത് ഹാർഡ് മെറ്റൽ അല്ല. പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ ഏത് മെറ്റലാടാ? സോഫ്റ്റ് മെറ്റലാണ്, അഥവാ മൃദുലോഹങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് ഏതാടാ? ആൻസർ ഏതൊക്കെയാടാ? ബിയും സിയുമാണ്. സെറ്റല്ലേ മക്കളെ? അപ്പോൾ ബിയും സി എന്ന് പറയാൻ കാരണം സോഡിയത്തെ നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാൻ കഴിയും. കാരണം സോഡിയം എന്ന് പറയുന്നത് മൃദുലോഹമാണ്. പിന്നെ ലിത്യം ഒരു മൃദുലോഹമാണ്. അപ്പോൾ സോഡിയം അതുപോലെ തന്നെ ലിത്യം ഒക്കെ പറയുന്നത് ഏത് മെറ്റലാണ്? സോഫ്റ്റ് മെറ്റലാണ്. സോഫ്റ്റ് മെറ്റൽ പറയുമ്പോൾ മൃദുലോഹങ്ങളാണ്. എൻ്റെ മക്കളത് പഠിക്കാതെ പോകരുത്. ഇതൊക്കെ എൻ്റെ മക്കൾ സെറ്റാക്കിയിട്ട് പോകണം. സെറ്റല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് എലമെൻറ്റ്സ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അതായത് താഴെ കൊടുത്തിരിക്കുന്നത് ലോഹങ്ങളൊന്നും അലോഹങ്ങളൊന്നും വേർതിരിച്ച് ചെയ്താനാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആടാ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചത് മെറ്റൽസും അതുപോലെ തന്നെ നോൺ മെറ്റൽസും വേറെ വേറെ സെപ്പറേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ ഇതിൻ്റെ ആൻസർ കൊടുക്കണം. ലോഹങ്ങളും അലോഹങ്ങളും അല്ലേ? അപ്പോൾ മക്കളെ മെറ്റൽസിൻ്റെ എക്സാമ്പിൾ അലൂമിനിയം. അലൂമിനിയം എന്ന് പറഞ്ഞത് എന്താടാ? മെറ്റലാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? അലൂമിനിയം കൊടുക്കുക. മലയാള കുട്ടികൾക്ക് അവിടെ ഉണ്ട് കേട്ടോ അലൂമിനിയം. ക്ലിയർ അല്ലേടാ? അലൂമിനിയം പറഞ്ഞത് ഒരു ലോഹമാണ്. എന്നാൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു അലോഹമാണ് മക്കളെ, ഒരു നോൺ മെറ്റലാണ്. അപ്പോൾ നമ്മളിവിടെ ഹൈഡ്രജന് കൊടുക്കേണ്ട എവിടെയാണ്? നോൺ മെറ്റലിൻ്റെ ഭാഗത്താണ്, അഥവാ അലോഹങ്ങളുടെ സൈഡിലാണ്. ക്ലിയർ അല്ലേ മക്കളെ? അടുത്തത് കോപ്പർ. മക്കളെ കോപ്പർ എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു മെറ്റലാണ്, ഒരു ലോഹമാണ്. മറന്നു പോവരുത്. ഇനി കോപ്പറും കഴിഞ്ഞു. ഇനി ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താടാ? നോൺ മെറ്റലാണ്. മറക്കരുത്. അപ്പോൾ ഇത് രണ്ടും കൂടി എഴുതി ഞങ്ങൾക്ക് ടോട്ടൽ 2 മാർക്ക്. അടുത്തത് ഓക്സിജനും കിട്ടി. ഇനി അയണും നൈട്രജനും. മക്കളെ അയൺ എന്ന് പറഞ്ഞാൽ മെറ്റലാണ്, നൈട്രജൻ എന്ന് പറഞ്ഞാൽ നോൺ മെറ്റലാണ്. അപ്പോൾ എന്ന് പറഞ്ഞേ ഹൈഡ്രജൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഇതൊക്കെ അലോഹങ്ങളാടാ. ഇതൊക്കെ അലോഹങ്ങളാണ്. എന്നാൽ ലോഹങ്ങൾക്ക് ഉദാഹരണമാണെടാ അലൂമിനിയം, കോപ്പർ, അയൺ. സെറ്റല്ലേടാ? യെസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? സെറ്റാക്കാം. അടുത്തത്, സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ, ഫൈൻഡ് ദ സ്യൂട്ടബിൾ മെറ്റൽസ് ആൻഡ് ബോക്സ്. അതായത് ചില മെറ്റൽസ് തന്നിട്ടുണ്ട്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബോക്സ് നിർത്ത ഇതാണ് പറഞ്ഞത്. ദ മോസ്റ്റ് മാലിബിൾ മെറ്റൽ ഈസ്, അതായത് മാലിബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? മക്കളെ മാലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? ഗോൾഡിനാണ്. ആർക്കാടാ? ഗോൾഡ്. അപ്പോൾ ഗോൾഡിനാണ് മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ. അടുത്തത്, ദ മോസ്റ്റ് ഡക്റ്റിലിറ്റി മെറ്റൽ, അതായത് ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? അതും ഗോൾഡ് തന്നെയാണ്. പക്ഷേ ഗോൾഡ് അവിടെ കൊടുത്ത സ്ഥിതിക്ക് 2ാം സ്ഥാനം വരുന്ന ആളാണ് ആരുടെ? പ്ലാറ്റിനം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? പ്ലാറ്റിനമാണ് കേട്ടോ. അപ്പോൾ പ്ലാറ്റിനമാണ് എന്തിനു കൊടുക്കുക? ഡക്റ്റിലിറ്റി കൊടുക്കുക. മറക്കണ്ട. ക്ലിയർ അല്ല മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ. കോപ്പർ, സിൽവർ, അലൂമിനിയം. ഇതിൽ ആരാണ് ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടറാ? ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറയുന്നത് ആരാടാ? സിൽവർ ആണ്. സിൽവർ എന്ന് പറയുമ്പോൾ ആരാടാ മക്കളെ? ആരാണ്? വെള്ളിയാണ്. സെറ്റല്ലേ മക്കളെ? അപ്പോൾ ഇതാടാ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അസ്ലം സാർ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ഇനിയും ചെയ്യണം. ഇനിയും കണ്ടന്റ് വീഡിയോസ് ആയിട്ട് അസ്ലം സാർ വരും. നിങ്ങൾ ലൈവൊക്കെ സെറ്റാക്കുക, അടിച്ചു പൊളിക്കുക, എഡ്യൂപോർട്ടിൻ്റെ കൂടെ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. സെറ്റാക്കുക. ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് താഴെ A+ എന്ന് കമൻറ്റ് ചെയ്യുക. സെറ്റാക്കുക, പൊളിക്കുക. ഓക്കെ, സീ യു.